ഒരു ഗ്ലാസ് ചൂടുള്ള ചേട്ടാ. പിന്നെ അതിൽ ഇത്തിരി തേയിലയും സ്വപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തോ. പാല് വേണമെന്നില്ല. അത് ശരി. അതെ, കണ്ണി കണ്ണന് കടം കൊടുക്കാൻ എനിക്കിത് ചക്കാതിട്ടൊന്നല്ല. കൃഷ്ണ, നിനക്ക് മലയാളം അറിയില്ലേ? ഞാൻ സാക്ഷരതാ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. 5 രൂപ 35 പൈസ നീ എനിക്ക് തരാനുണ്ട്. അത് തരാതെ നിനക്ക് കടം തരേണ്ട പ്രശ്നമില്ല. ഇല്ലല്ലോ. ഇല്ല പറഞ്ഞേ. എന്നാ ഒരു ചായയും കൂടി തന്നിട്ട് 6 രൂപയായിട്ട് എഴുതിക്കും. ഇതാരാണെന്നറിയോ? എന്റെ മോളാ. പകലില്ലാതെ ഗ്ലാസ് കഴിയും മേശ തുടച്ചും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശേ ആർക്ക് വേണ്ടെന്നറിയോ? എന്റെ മോൾക്ക് വേണ്ടിട്ടാ. മോളെ, ആ പുള്ളി പശുവിനെ മാറ്റി കെട്ടിക്കേ. പശു പറ്റതാണോ? നീ പോടാ. പ്രായമായ പെൺപിള്ളേരെ കൊണ്ട് പശുവിന്റെ നല്ല ഒരു ജീവിയുടെയും കെട്ടഴിച്ച് പിടിക്കരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏത് ശാസ്ത്രം? ഭൂമിശാസ്ത്രം. അതിന്റെ പേരൊക്കെ ഇപ്പൊ ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ? എടാ, ചായക്കട തുടങ്ങുന്നതിന് മുമ്പ് എന്റെ പണി എന്താണെന്ന് നിനക്കറിയോ? പൊന്നുതമ്പുരാന്റെ തൃക്കൈന്ന് വീരശങ്കര മേടിച്ചിട്ടുള്ളവനാ ഈ ഗാമഭാസ്കരൻ നായര്. ഗാമഭാസ്കരൻ നായരുടെ മകള് പുള്ളിപ്പശുവിനെ മാത്രല്ല, വേണ്ടി വന്ന മതമിളകിയ ആനയെ വരെ മാറ്റിക്കിട്ടും. എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടേ. അതാണ് അങ്ങേര് പറഞ്ഞു അവസാനത്തെ കഥ. നീ എന്താ കേട്ടിട്ടുള്ളത്? ചട്ടമ്പിമാരായ 6 ആങ്ങളമാരെ അടിച്ച് നിലംപരിശാക്കി ഇട്ടിട്ടാണ് ഭാസ്കര ചേട്ടൻ ഭവാനി ചേച്ചിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെന്ന്. അതായത് ഇപ്പൊ പുള്ളിപ്പശുവിന്റെ കെട്ടേച്ച് വിടാൻ പോയ അമ്മിണിക്കുട്ടിയുടെ അമ്മയെ ദിഗിജിയും. ഞാൻ പോട്ടെ. നീ അങ്ങനെ പോണ്ട. പഴോ കാപ്പിയോ ചായയോ പപ്പടോ ഒക്കെ കഴിച്ചിട്ട് പോയാ മതി. എന്തൊരു നെഞ്ചേരു. നിങ്ങളും നോക്ക്. ഗാമ ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞ അക്കാലത്ത് വെള്ളക്കാരായ ഗുസ്തിക്കാർ വരെ വിറയ്ക്കും. നീഗ്രോകള് നടുങ്ങും, അറബികള് കിടുങ്ങും. ഇതായട്ടെ, ആവശ്യത്തിന് ഇതിലുണ്ട്, കഴിച്ചോ. പഴം തലയിലുണ്ട്. തലയിലോ? മേലെ. പൊങ്കമ്മാസ് കട തുടങ്ങിയ എന്റെ സിഗ്നലാ. ഇപ്പൊ ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്ന ഒരുത്തൻ. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും. ഇതുപോലെ ഇന്നലത്തെ ചട്നി ഇരിപ്പുണ്ട്, കുറച്ച് ഒഴിക്കട്ടെ ഞാൻ. പുട്ടിന് ചട്നി ഒന്നും വേണ്ടേ ചേട്ടെ? ഒന്ന് പോയാട്ടെ, ഞാനൊന്ന് കഴിച്ചോട്ടെ. അനന്താ, ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചോ. വളച്ചോ വളച്ചോ വളച്ചോ. കാലൂത്തിരിക്കല്ലേ. പൊക്കോ പൊക്കോ പൊക്കോ. ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കണ്ട. ബ്രേക്ക് ഇല്ല. അത് ഇളക്കി മാറ്റി പഠിക്കോ. വളച്ചോ 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 വളച്ചോ. മുണ്ടെടുത്ത് കൊടുക്കും. അയ്യേ. വളച്ചോ വളച്ചോ. പാൽക്കുപ്പിക്ക് വല്ലതും പറ്റും അമ്മണിക്കുട്ടിയെ? അല്ല, ഇതിപ്പോ അമ്മണിക്കുട്ടിയുടെ ദേഹത്ത് തന്നെ ഇടിച്ചത് നന്നായി. അന്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്താ അതിനെ കഥ? കഥ എന്താകാൻ? എഴുന്നേറ്റ് നമ്മുടെ കഥ കഴിക്കും. എന്താ എന്താ അമ്മേ, അമ്മണിക്കുട്ടി വെള്ളവുമായിട്ട് പാലുമായിട്ട് വന്ന് സൈക്കിളിൽ ഇടിച്ചു. അല്ലെങ്കിലും പകുതി പാലും പകുതി വെള്ളവുമാ. എന്നാലേ നാളെ വന്ന് വേറെ എവിടെ വാങ്ങിച്ചാ മതി. അവൻ തമാശ പറഞ്ഞതല്ലേ മോളെ. മോക്ക് വല്ലതും പറ്റിയോ? ഇല്ലമ്മേ, തമാശ കുറച്ച് കൂടുന്നുണ്ട്. മോള് വാ. കൃഷ്ണ വാ, തുടങ്ങാം. ഇന്നിനി പഠിക്കണ്ട, ഗുരു ക്ഷീണിച്ചു. അനന്താ വരുന്നമ്മേ. അമ്മ വിളിക്കുന്നു, പാല് കുടിക്കും. നന്നായിട്ട് വരട്ടെ. ടൈപ്പ് പഠിക്കാൻ പോവാണല്ലേ? ഞാൻ അറിഞ്ഞു. ഈ വെയിലത്ത് ഒത്തിരി നടക്കണോടി. എന്നാലെന്താ, നല്ല ജോലി കിട്ടില്ലേ? ഇന്ന് പോരുമ്പോ എന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തോണ്ട് വരുവടി. അനന്തേട്ടന്റെ. അകത്താളുണ്ട് മനുഷ്യ, അവിടെ ഇരിക്കേ. സത്യം പറഞ്ഞ വൈദ്യര് കൈപുണ്യമുള്ളവനാ. കഴിഞ്ഞ 3 വർഷമായി എന്റെ മനസ്സിലെ വിഷമങ്ങൾ മാറ്റിത്തരുന്നത് വൈദ്യരുടെ മരുന്നാ. അവിടെ ഇരിക്കണം. വായ തുറക്കൂ. വായറക്കൂ. അടച്ചു. വേദനയുണ്ടോ? ഇവിടെയുണ്ടോ? ഇവിടെയാ ഉള്ളത്. പോയി. ആര്? കരള് പോയി. അയ്യോ. ഒരു കാര്യം ചെയ്യ്, ഇനി ഈ മരുന്ന് വളരെ കുറച്ച് കഴിച്ചാ മതി കേട്ടോ. കുപ്പിയുണ്ടോ? ഇല്ല, ഇവിടെ വെച്ച് കുടിച്ചോട്ട് പോവാ. അപ്പോഴേ ഇവിടെ വെച്ചുള്ള കുടിയൊക്കെ നിർത്തണം. അവനവൻ കുപ്പി കൊണ്ടുവരണം കേട്ടോ. ഇതൊരൊറ്റ വരിക്ക് അങ്ങോട്ട് പിടിച്ചാട്ടെ. എങ്ങനെയുണ്ട്?
ഇതാണ് കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറഞ്ഞേ. അതെനിക്ക് സ്ഥലം കാര്യാക്ക്. നെക്സ്റ്റ് അടുത്ത ആള് വാ. ഒരു സിഗരറ്റ് തന്നെ. നമ്മളെ നമ്പൂരി മാഷുണ്ട് അവിടെ? ഇല്ല, ഇതേത് മാഷക്ക? മാഷകല്ല, എനിക്ക് തന്നെ. നിസകരിസ മുതൽപ്പാലിന്റെ മണം മാറിയില്ലല്ലോടാ. അതിന് മുമ്പ് സിഗരറ്റോ? ഉറങ്ങിയോ? ഇല്ല, നീ ഉറങ്ങിയ? ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു. ആരെ പറ്റി? നമ്മുടെ മോളെ പറ്റി തന്നെ. അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും, നീ വിഷമിക്കാതെ. നമ്മുടെ മോളെ ഒന്നാന്തരൊരു തറവാട്ടിലേക്ക് ഞാൻ കെട്ടിക്കും. ഒക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങടി. ഉറക്കപ്പച്ചേനിടെ പറയാനുള്ളതല്ല. ഇനി നാളെ മറ്റോ ആവട്ടെ. കറവക്കാരൻ വെളുപ്പിനെ വന്ന് വിളിക്കും. ഉറങ്ങാം. അമൃതം, വഴിവക്കിലെ വിളക്കുകളൊന്നും അണഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയാ ഒന്ന് പുറത്തിറങ്ങുന്നേ? ഈ രാത്രി പോയിട്ട് എന്ത് ചെയ്യും? ഇന്നിനിയൊന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ ഞാൻ നിന്നാ പെർമനന്റ് ആയിപ്പോ. നീ പെറും, അതോടെ എന്റെ ചീട്ടും കീറും. എന്നാ പിന്നെ ഇറങ്ങിപ്പോ. നീ തോർത്തിങ്ങോട്ടെടു. ഞാൻ തലവഴി ഇട്ടിട്ട് മൊണ്ടി പൊക്കോളാം. ആരെങ്കിലും കണ്ടാ ആ മൊണ്ടി ഈപ്പച്ചനാണെന്ന് വിചാരിച്ചോളൂ. എന്തൊരു ബുദ്ധി. ഞാൻ നാളെ ഈ സമയത്ത് വരുവേ എന്ന് സ്വന്തം മകൻ കേശവൻകുട്ടി. അപ്പൊ എല്ലാവരും കേട്ടല്ലോ. എന്റെ മകൻ കേശവൻകുട്ടി ബോംബെയിൽ ഒരു ഷേട്ടുമായി 10 ലക്ഷം രൂപയുടെ പാർട്ണർഷിപ്പ് കമ്പനി തുടങ്ങാൻ പോവുകയാണ്. കടുപ്പം കുറവാണെങ്കിൽ പറയണേ എന്റെ സാറേ. നാട്ടിൽ വഴക്കും വെക്കാണോ എന്ന് നടന്ന കേശവൻകുട്ടി ഈ നിലയിലാവുമെന്ന് ആരെങ്കിലും കരുതിയോ? എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ. ഗുളികൻ ഉച്ചയിൽ നിൽക്കുന്ന സമയത്ത്, കള്ളക്കർക്കിട മാസം അർദ്ധരാത്രി 12 മണിക്ക് മഴ കോരിച്ചൊരിയുന്ന സമയത്താണ് എന്റെ പാറുക്കുട്ടി എന്നെ പെറ്റത്. അയ്യേ, എന്തേ? അല്ല, എന്റെ പാറുക്കുട്ടി എന്റെ മകൻ കേശവൻകുട്ടിയെ പെറ്റത്. അപ്പോ അടുത്ത ലീവിന് വരുമ്പോ കല്യാണം ഉണ്ടാവല്ലേ? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ബോംബെയിൽ ഒരു പ്രശ്നമില്ല. സുന്ദരികളായ മണിമണി പോലത്തെ ഷേർട്ടൂത്തി പെൺകുട്ടികളെ ഇവന്റെ പിന്നാലെ ഇങ്ങോട്ടാണ് ഇവനെ ലൈൻ അടിക്കല്ലേ. ഇത് ഇവൻ പറഞ്ഞതല്ല. അതാണ് എന്റെ രസം. ഇവന്റെ സ്നേഹിതൻ എനിക്ക് കത്തയച്ചതാ. ഇവ കണ്ടാലും യോഗ്യനല്ലേ എന്നെ പോലെ. സേട്ടുമാരിലും നമ്മുടെ നായന്മാരുണ്ടോ വാസു? ഇല്ലാതില്ല, പക്ഷെ കൂടുതൽ കുറുപ്പന്മാരും മേനോന്മാരും. എന്റെ ഗുരുവായൂരപ്പ, ഈ ചായക്കട തുടങ്ങാൻ തോന്നിച്ച നേരത്ത് കള്ളവണ്ടി കയറി ബോംബെക്ക് പോയാ മതിയായിരുന്നു. കള്ളവണ്ടി കയറിച്ചോ? എന്റെ മോൻ ടിക്കറ്റ് എടുത്തിട്ടാ പോയത്. അല്ല, ഞാൻ പോണതിനെ പറ്റി ആലോചിക്കായിരുന്നു.